നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നക്കൗട്ട് ഫേസ് പ്ലേ ഓഫിലെ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് റയൽ മാഡ്രിഡ് ബെൻഫിക്കയുമായിട്ട് ഏറ്റുമുട്ടുന്നു. ആരാധകരൊക്കെ വലിയ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ്. അപ്പോൾ ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇരു ടീമിൻ്റെ കോച്ചുമാരും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ടീമിൻ്റെയും ഫോം ഗൈഡ് എങ്ങനെയാണ്, ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഹെഡ് ടു ഹെഡൊക്കെ നമ്മൾ വിശദമായി വിശകലനം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കിയാൽ മതിയല്ലോ. കഴിഞ്ഞ ലീഗ് ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ലീഗ് ഘട്ടത്തിൽ റയലിനെ ലിസ്ബണിലിട്ട് പരാജയപ്പെടുത്തി ഗോൾ കീപ്പറെ മുന്നോട്ട് കയറ്റി നിർത്തി ഗോളടിപ്പിച്ചു ഹോസെ മൊറീഞ്ഞോ. അത് ആവർത്തിക്കുമോ? അതാണ് അറിയേണ്ടത്. കോച്ച് ഇന്നലെ പറഞ്ഞത് ഇനി ഗോൾ കീപ്പർ അറ്റാക്ക് ചെയ്യിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇത് ദ്വിപാദ മത്സരമാണ്. അതിലെന്ത് റിസൾട്ട് ഉണ്ടാക്കണം എന്നതിനെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. ഒരു ഡെഫിനിറ്റീവ് റിസൾട്ട് ഒന്നുമില്ല, പക്ഷേ എന്ത് റിസൾട്ട് ഉണ്ടാക്കണം എന്ന് എനിക്കറിയാം. പിന്നെ റയലിനെയാണ് ഞങ്ങൾ വേദനിപ്പിച്ചത്. രാജാക്കന്മാരാണ്, മുറിവേറ്റ രാജാക്കന്മാർ എത്രത്തോളം അപകടകാരികളാണ് എന്നും എനിക്ക് ധാരണയുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു യുദ്ധം പ്രതീക്ഷിക്കണം. എന്താ യുദ്ധം? ആൽവരോ ആർബിലോവ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലല്ല, അതിനു മുമ്പത്തെ റയലിൻ്റെ ലാലീഗ കളിക്ക് ശേഷമാണ് പറഞ്ഞത് അടുത്ത മത്സരം ലിസ്ബണിൽ ഒരു യുദ്ധമാണ് എന്ന്. യെസ്, അപ്പോൾ ലിസ്ബൺ യുദ്ധം ഇന്ന് നടക്കാൻ പോവുകയാണ്. അത് നമുക്ക് ഹോസെ മൊറീഞ്ഞോ എന്ന് പറഞ്ഞു നോക്കാം. ഹോസെ മൊറീഞ്ഞോ പറയുന്നു അവർ വൂണ്ടഡാണ്, മുറിവേറ്റവരാണ്. മുറിവേറ്റ രാജാക്കന്മാർ എപ്പോഴും ഡേഞ്ചറസ് ആണ്, അപകടകാരികളാണ്. നമ്മൾ ഫസ്റ്റ് ലെഗ് നമ്മുടെ നാട്ടിലാണ് കളിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും നല്ല അംബീഷനും വളരെ കോൺഫിഡൻസോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾക്കറിയാം അവർ രാജാക്കന്മാരാണ്, ചാമ്പ്യൻസ് ലീഗ് രാജാക്കന്മാരാണ് എന്ന്. പിന്നെ ഈ കളിയിൽ ട്രൂബിൻ, ഗോൾ കീപ്പറുടെ കാര്യം പറഞ്ഞത്, ട്രൂബിൻ അറ്റാക്കിൽ ഉണ്ടാവില്ല. ഞാൻ ഇത്തരം സിറ്റുവേഷനുകളിലൂടെ, ഇത്തരം മത്സരങ്ങളിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുള്ള ഒരാളാണ്. സോ എൻ്റെ ലൈഫിലുടനീളം ഇത്തരം പോരാട്ടങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് എപ്പോഴും വേണ്ടത് ഒരു സെറ്റിൽ റിസൾട്ടാണ് ഫസ്റ്റ് ലെഗിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നാണ്. പക്ഷേ ഞാൻ പറയും അങ്ങനെ ഡെഫിനിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ആദ്യ പാദത്തിലില്ല എന്ന്. എന്നാണ് അദ്ദേഹം ഈ കളിയെക്കുറിച്ച് ഒരു മുന്നൊരുക്കം എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ആൽവാരോ ആർബിലോക്ക് കൃത്യമായ ധാരണയുണ്ട്. അദ്ദേഹം പറയുന്നു, റയലിൻ്റെ കോച്ച് പറയുന്നു, ബെൻഫിക്ക തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം നടത്തും, ഞങ്ങളതിന് റെഡിയായിട്ട് വേണം ഇറങ്ങാൻ. അവർക്കൊരു ഇൻക്രെഡിബിൾ ലീഡറുണ്ട്. എങ്ങനെ ചെയ്യണം, എങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അതവരുടെ കോച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ബെൻഫിക്കയോട് റിവഞ്ച് അല്ല, മറിച്ച് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ളതാണ്. ബെൻഫിക്കയെ തോൽപ്പിക്കുക എന്നുള്ളത് ചാമ്പ്യൻസ് ലീഗ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ സ്റ്റെപ്പായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് ഇറങ്ങുമ്പോൾ എന്തും സംഭവിക്കാം. ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയതിൻ്റെ ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് ഇപ്പോൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്നുണ്ട്. അതിലെ കണക്കാണ് ഞാൻ പറയുന്നത്. 4 കളികൾ 3 വിജയം ബെൻഫിക്കക്ക്, 1 ജയം റയൽ മാഡ്രിഡിന് എന്നാണ്. ബെൻഫിക്ക 15 ഗോളുകൾ അടിച്ചപ്പോൾ റയലിൽ തിരികെ അടിച്ചത് 8 ഗോളുകളാണ്. ഫോം ഗൈഡ് നോക്കുകയാണെങ്കിൽ ബെൻഫിക്ക അവസാന 5 കളികളിൽ ഒന്നും തോറ്റിട്ടില്ല. 4 ജയം 1 സമനിലയാണ്. റയൽ അവസാന 5 കളികളിൽ 4 ജയം 1 തോൽവി. അത് ബെൻഫിക്കയോട് തോറ്റിട്ട് വന്നിട്ടുള്ള നിൽപ്പാണെന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ എന്തായാലും ഇന്ന് എസ്റ്റാഡിയോ ഡോ എസ് എൽ ബെൻഫിക്ക ലിസ്ബണിലെ ആ ഒരു ഗ്രൗണ്ടിൽ രാത്രി ഇന്ത്യൻ സമയം 1:30 തീ പറക്കുന്ന ഒരു പോരാട്ടം നമ്മെ കാത്തിരിക്കുന്നു. റെഡിയല്ലേ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.